മാഗ്നിഫിസൻറ്റ് സെഞ്ച്വറിയിലെ പ്രധാന ക്യാരക്ടേഴ്സിനെയൊക്കെ ഇതിനു മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് വരുമായിരിക്കും ഈ വീഡിയോ കൂടുതൽ നന്നായി മനസ്സിലാവാൻ നല്ലത്. മാഗ്നിഫിസൻറ്റ് സെഞ്ച്വറി ടർക്കിഷ് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങൾ കഴിഞ്ഞുള്ള രണ്ട് ക്യാരക്ടേഴ്സ് നിഗാർ ആൻഡ് മരിയ, ഇവർ രണ്ടുപേരെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന് അത്രയും വരില്ലെങ്കിലും ഇവർക്കും ഇവരുടേതായ പ്രാധാന്യത്തോടെ നല്ല ക്യാരക്ടേഴ്സായിട്ട് തോന്നും. നിഗാർ കാഫ, അവർ ആ കൊട്ടാരത്തിൽ അവരുടെ ഒരു സ്ഥാനപ്പേരായിരുന്നു കാഫ എന്നുള്ളത്. തുടക്കം മുതലേ എന്തോ എനിക്കൊരു പ്രത്യേക ആകർഷണം തോന്നിയൊരു ക്യാരക്ടറായിരുന്നു നിഗാർ. അവളും നാടും വീടും വീട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചേർന്നൊരു പെൺകുട്ടി. ഹുറം സുൽത്താൻ സുലൈമാനെ വരുതിയിലാക്കാനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് നിഗാർ തന്നെയാണ്. അതൊരിക്കലും ഭരണത്തിലൊക്കെ ഇടപെട്ട് സുൽത്താൻ്റെ ആദ്യ ഭാര്യയായ മാഹി ദേവ്രാനെയോ അവരുടെ മകനായ മുസ്തഫയെയോ ഒന്നും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടാവില്ല, മറിച്ച് അലക്സാൻഡ്രിയയുടെ ദയനീയ അവസ്ഥ കണ്ടതുകൊണ്ടാവണം. എന്നാൽ ഇതറിയാമായിരുന്ന നിഗാർ ഒരിക്കലും സുലൈമാനെ തൻ്റെ വരുതിയിലാക്കി അവിടുത്തെ ഭരണകാര്യങ്ങളോ അവിടുത്തെ ഒരു കാര്യങ്ങളോ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾക്ക് ഇബ്രാഹിമിനോട് തോന്നിയത് ഒരു നിഷ്കളങ്കമായൊരു ഇഷ്ടമായേ എനിക്ക് തോന്നിയുള്ളൂ, അല്ലാതെ അത് വെച്ച് മുതലെടുക്കാൻ അവൾ ശ്രമിച്ചിട്ടില്ല. തീർച്ചയായും മറ്റൊരു ഫാമിലിയുള്ള ഒരാളുമായി റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നത് ശരിയായ കാര്യമല്ല. എങ്കിലും അത്തരം ചില ഇഷ്ടങ്ങൾ നമുക്കിടയിലുള്ളവരിലുമുണ്ട്. അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കുന്നതും ശരിയല്ല. ഇബ്രാഹിം നിഗാറുമായി റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അവളോട് വളരെ സ്നേഹത്തോടെ അനുഭാവത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്നാൽ ആ സമയത്ത് ഒരിക്കൽ പോലും അവൾ അയാളോട് അയാളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്നോ അയാളുടെ ഭാര്യയെക്കുറിച്ചോ ഫാമിലിയിലുള്ള ആരെങ്കിലും കുറിച്ചോ തെറ്റായ എന്തെങ്കിലും പറഞ്ഞ് അവരെ അകറ്റാനും നോക്കുന്നില്ല. അവൾ ഗർഭിണിയായപ്പോഴും ആ കുഞ്ഞിനെ എങ്ങനെ ഒറ്റയ്ക്ക് വളർത്താം എന്നതിനെക്കുറിച്ചാണ് അവൾ ചിന്തിച്ചത്. ഒരു ഘട്ടത്തിൽ അയാൾ അവളിൽ നിന്നും അകന്നപ്പോഴും അയാളുടെ പുറകെ പോയി ശല്യം ചെയ്ത് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നത് തികച്ചും സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അവൾക്ക് ഇബ്രാഹിമിനോട് തോന്നിയത് അത്തരമൊരു വികാരം ആണ്. അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതായും തോന്നി. എന്നാൽ ഒരാൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നിയ ആൾ തന്നെ അയാളെ തേടി വരുമ്പോൾ അതിനെ മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നിഗാർ തോറ്റുപോയിരുന്നിരിക്കാം. സമൂഹത്തിൻ്റെ മുന്നിൽ നിഗാർ ഒരു നീതീകരിക്കാനാവാത്ത ക്യാരക്ടറാണെങ്കിലും വ്യക്തിപരമായി നിഗാർ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവൾ എപ്പോഴും മറ്റുള്ള ആളുകളോട് വളരെ അനുകമ്പയോടെയാണ് പെരുമാറിയിരുന്നത്. അവൾ സ്വന്തമായി തൻ്റെ കുഞ്ഞിനെ നോക്കി വളർത്തി ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ജീവിതം അവളുടെ കൈവിട്ടു പോകുന്നു. വിധിക്കടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. മരിയ അലക്സാൻഡ്രിയയോടൊപ്പം തന്നെ നാടും വീടും വീട്ടുകാരും എല്ലാം നഷ്ടപ്പെട്ട് അവിടെ എത്തിയ ഒരു പെൺകുട്ടിയാണ്. അവിടെയുണ്ടായിരുന്ന അനേകം പെൺകുട്ടികളിൽ ഒരാൾ. അവളും അലക്സാൻഡ്രിയയെ പോലെ തന്നെ അനുകമ്പ അർഹിക്കുന്നുണ്ട്. എന്നാൽ അലക്സാൻഡ്രിയയെ പോലെ എന്ത് ചെയ്തും അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. നേരെ മറിച്ച് വിധിക്കടിമപ്പെട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവൾ പലപ്പോഴും ഹുറം സുൽത്താനോട് കൂടെ ഉണ്ടായിരുന്നു. ഹുറത്തിൻ്റെ കുട്ടികളെ ഒക്കെ പരിപാലിച്ച് ഇനി അങ്ങോട്ട് തൻ്റെ വിധി എന്തെന്ന് പോലും അറിയാതെ ജീവിച്ചു പോകുന്ന ഒരാൾ. നമുക്കിടയിലും ഇത്തരക്കാരുണ്ട്. അവർക്ക് പലപ്പോഴും സ്വന്തമായ തീരുമാനങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്തവരാണ്. കൂട്ടത്തിൽ ശക്തരെന്ന് തോന്നുന്ന ആരുടെയെങ്കിലും കീഴിൽ അവർ പറയുന്നതൊക്കെ കേട്ട് അവരുടെ തണലിൽ അങ്ങനെ ജീവിച്ചു പോകും. അവർ നിലനിൽപ്പിനായി ആശ്രയിക്കുന്നവർ തന്നെ അവരെ മുതലെടുക്കുന്നതായും പലപ്പോഴും കാണാം. തൻ്റെ കുട്ടികളെ പരിപാലിക്കാനായി അലക്സാൻഡ്രിയ മരിയയെയാണ് ഏൽപ്പിക്കുന്നത്. ഊണും ഉറക്കവുമില്ലാതെ ആ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയത് മരിയ തന്നെയാണ്. ഒരിക്കൽ യാദൃശ്ചികമായി മരിയയെ കാണുന്ന സുലൈമാനാണ് മരിയയെ അന്ന് രാത്രി അയാളോടൊപ്പം താമസിപ്പിക്കുന്നത്. അയാൾ നിർബന്ധപൂർവം അവളെ വിളിച്ചു കയറ്റുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇതറിഞ്ഞ ഹുറം മരിയയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഉപദ്രവിക്കുന്നു. തൻ്റെ കൂട്ടുകാരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലും അന്വേഷിക്കാൻ ഹുറം തയ്യാറാവുന്നില്ല. എന്നാൽ ഇതിനു ശേഷം മുറിവുകളൊക്കെ
ഭേദപ്പെട്ട് കഴിയുമ്പോൾ മരിയ വീണ്ടും അലക്സാൻഡ്രിയയോടൊപ്പം തന്നെ അവളുടെ കുഞ്ഞുങ്ങളെയും പരിപാലിച്ച് ഒരു അനുസരണയുള്ള ദാസിയെ പോലെ കഴിഞ്ഞുകൂടുന്നു. അവൾക്ക് യാതൊരു ദേഷ്യവുമില്ല. എങ്ങനെ ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ അത്തരം മനോഭാവമുള്ളവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മരിയ എനിക്കൊരു റിയാലിറ്റി തന്നെയാണ്. ഒരു പക്ഷേ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മയാണോ ഇത്തരക്കാരുടെ ഈ വിധേയത്വമുള്ള മനോഭാവത്തിന് കാരണം എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.